ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ഇപിയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കാനാകില്ലെന്ന് പോലീസ്. ബിജെപിയിലേക്കെന്ന പ്രചാരണത്തിൽ ഇപിയുടെ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. താൻ ബിജെപിയിൽ ചേരാൻ പോവുകയാണെന്ന പ്രചാരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF കൺവീനർ EP ജയരാജൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു ഇപിയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് DGPക്കാണ് EP പരാതി നൽകിയത്. പരാതി കഴക്കൂട്ടം SPക്ക് കൈമാറുകയായിരുന്നു. കേസെടുക്കാൻ വകുപ്പിലെന്നും കോടതിയെ സമീപിക്കാമെന്നുമാണ് പോലീസ് നിലപാട്. രാഷ്ട്രീയ ഗൂഢാലോചനയിൽ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ അന്വേഷണത്തിന് തടസ്സമില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ കേരളം ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ജയരാജൻ BJPയിൽ ചേരാൻ ചർച്ച നടത്തിയതായി ആരോപിച്ചത്. BJPയിലേക്ക് പോകാൻ ജയരാജൻ ഗൾഫിൽ വെച്ചാണ് ചർച്ച നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും ആരോപിച്ചിരുന്നു. ഇതോടെ BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ തുറന്നു സമ്മതിച്ചു. ജയരാജന് ജാഗ്രതയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജയരാജന് നിർദ്ദേശം നൽകി. ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP ജയരാജനും വ്യക്തമാക്കിയിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് EP ജയരാജൻ പോലീസിൽ പരാതി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ജയരാജന്റെ തുറന്നു പറച്ചൽ CPMനെ ചില്ലറയൊന്നുമല്ല വെട്ടിലാക്കിയത്. പിന്നീട് EPക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായെങ്കിലും CPM സെക്രട്ടേറിയറ്റ് നടപടിയൊന്നും എടുത്തില്ല. ദല്ലാൽ നന്ദകുമാർ നിരന്തരമായി EPക്കെതിരെ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് EPക്കെതിരെ വന്ന ആരോപണങ്ങൾ EP BJPയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നു. ജാവേദ്കർ തന്റെ മകന്റെ വീട്ടിൽ വന്നിരുന്നുവെന്നും EP സമ്മതിച്ചതിനു ശേഷം പല കോണുകളിൽ നിന്നും വീണ്ടും ഒളിയമ്പകൾ ഉണ്ടായിരുന്നു. ഇത് EPക്ക് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ ക്ഷീണം ചില്ലറയല്ല. അതിനാലാണ് നിയമ നടപടിയിലേക്ക് കടന്ന് പരിക്ക് കുറയ്ക്കാൻ ശ്രമിച്ചത്. പോലീസ് പരാതി തള്ളിയ നിലയ്ക്ക് ഇനി കോടതിയെ സമീപിച്ചാൽ അനുകൂല നടപടി ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.